മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് അതുൽ ശ്രീധരനെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുവാൻ നേരത്തെ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു. ഓഗസ്റ്റിലായിരുന്നു സുപ്രീം കോടതി കൊളീജിയം ഈ ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന സുപ്രീം കോടതി കൊളീജിയം ഈ തീരുമാനം പിൻവലിക്കുകയും ജസ്റ്റിസ് അതുൽ ശ്രീധരനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ വേണ്ടി നിർദ്ദേശിക്കുക എന്ന ശുപാർശയുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ കൊളീജിയം പുറത്തുവിട്ടിരിക്കുന്ന അറിയിപ്പിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനം, അതായത് ഛത്തീസ്ഗഡിലേക്ക് മാറ്റാനുള്ള തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് അലഹബാദിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് സുപ്രീം കോടതി കൊളീജിയം വ്യക്തമാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ അധ്യക്ഷതയിലുള്ള കൊളീജിയമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ സുപ്രീം കോടതിയുടെ ഈ കൊളീജിയത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ ഛത്തീസ്ഗഡിലേക്ക് മാറ്റാനുള്ള തീരുമാനം പുനഃപരിശോധിച്ച് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ കൊളീജിയം പുറത്തിറക്കിയിരിക്കുന്ന അറിയിപ്പിൽ കാര്യമായ വിശദീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഛത്തീസ്ഗഡിലേക്കാണ് അദ്ദേഹം സ്ഥലം മാറ്റപ്പെട്ടു പോവുകയായിരുന്നെങ്കിൽ, അതുൽ ശ്രീധരൻ സ്ഥലം മാറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹം ആ ഹൈക്കോടതിയിലെ സീനിയോറിറ്റിയിൽ രണ്ടാമനായി മാറിയേനെ. പക്ഷേ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറുമ്പോൾ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി 8ാം സ്ഥാനത്തേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വ്യാപകമായ വിമർശനങ്ങളൊക്കെ വഴിവെച്ചിരിക്കുകയാണ്. നേരത്തെ ജസ്റ്റിസ് അതുൽ ശ്രീധരനെ ജമ്മു കാശ്മീരിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ പിന്നീട് ഈ ജമ്മു കാശ്മീരിൽ നിന്ന് അദ്ദേഹത്തെ തിരികെ മധ്യപ്രദേശിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് ഉണ്ടായത്. നിലവിൽ ഛത്തീസ്ഗഡിലേക്കുള്ള സ്ഥലം മാറ്റം സംബന്ധിച്ചുള്ള ഈ തീരുമാനം, അതായത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം, അതായത് മധ്യപ്രദേശിൽ നിന്ന് സ്ഥലം മാറാനുള്ള ആഗ്രഹം ജസ്റ്റിസ് അതുൽ ശ്രീധരൻ സുപ്രീം കോടതി കൊളീജിയത്തെ അറിയിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഛത്തീസ്ഗഡിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചതെന്നായിരുന്നു ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജസ്റ്റിസ് അതുൽ ശ്രീധരനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം മധ്യപ്രദേശിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മധ്യപ്രദേശിലെ മന്ത്രിയായ വിജയ് ഷായ്ക്കെതിരെ, ബി.ജെ.പി. നേതാവായ വിജയ് ഷായ്ക്കെതിരെ ഈ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടിരുന്നത് ജസ്റ്റിസ് അതുൽ ശ്രീധരന്റെ ബെഞ്ചായിരുന്നു. ഈ വിജയ് ഷാ കേണൽ സോഫിയ ഖുറേഷിക്ക് എതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ സാഹചര്യത്തിലായിരുന്നു സ്വമേധയാ കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്. ഏതായാലും അത്തരമൊരു സാഹചര്യത്തിലൊക്കെയായിരുന്നു ഈ സ്ഥലം മാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിവാദമാകുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഈ സ്ഥലം മാറ്റ തീരുമാനമെടുത്ത ആദ്യ സ്ഥലം മാറ്റ തീരുമാനം പുനഃപരിശോധിച്ച സുപ്രീം കോടതിയുടെ കൊളീജിയത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.